എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. പ്രിയയ്ക്ക് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഒരു ആൺകുഞ്ഞ് പറക്കുന്നുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് ഗോവിന്ദന്റെ അരിയിലേക്ക് നേഴ്സുമാര് വരുവാണ്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടും വെപ്രാളവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് ഗോവിന്ദന്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞിനെയും കൂടെ കൊടുക്കുകയാണ്. ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് ചേർക്കാനായിട്ട് തുടങ്ങി. തന്റെ പ്രിയയുടെ കുഞ്ഞ്, തന്റെ പ്രിയയുടെ രക്തം, അതാണ് കയ്യില്. ഈ സമയത്ത് ഗീതുവും രേഖയും ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരു തടസ്സവും കൂടാതെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ സാധിക്കണം. അത് മാത്രമല്ല, പ്രിയനെ ആപത്തിൽ നിന്നെല്ലാം രക്ഷിച്ചോണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ കൈ കിട്ടിയപ്പോഴത്തേനും ഗോവിന്ദ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുക. തന്റെ പ്രിയയുടെ ചായ ഉണ്ടോ, തന്റെ പ്രിയമോളെ പോലെ തന്നെയാണോ ഇരിക്കണേ. അപ്പൊ ഗോവിന്ദന്റെ മനസ്സിലേക്ക് വേറെ പല കാര്യങ്ങളും വരുന്നുണ്ട്. തന്റെ കയ്യിലേക്ക് ആദ്യമായിട്ട് പ്രിയമോളെ കിട്ടിയതൊക്കെ, അപ്പൊ അതൊക്കെയാ ഗോവിന്ദന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴതുപോലെ തന്നെ ഒരു ടവലിനകത്ത് പൊതിഞ്ഞിട്ടാണ് പ്രിയയുടെ കുഞ്ഞിനെയും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അതിനെ കിട്ടിയത് അതിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. പിന്നീട് നേഴ്സ് പറഞ്ഞു, അതേ സമയം ഇങ്ങനെ കൈ തരാൻ പറ്റില്ല, കാരണം NICUയിലേക്ക് കുഞ്ഞിനെ മാറ്റണം. ലങ്സിന് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് പറയണം. ശ്വാസം എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നീട് രാധികാമ്മ കുഞ്ഞിനെ കാണാൻ വരുവാണ്. കാരണം ഗോവിന്ദന്റെ അയ്യപ്പേണ്ണയൊക്കെ ഭയന്ന് മാത്രം രാധികാമ്മ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് പോലും വന്ന് നോക്കുന്നത്. രാധികാമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഈ കുഞ്ഞ് മരിച്ചാലും കുഴപ്പമില്ല, തന്റെ പ്രിയമോളെ തിരികെ കിട്ടിയാൽ മതി എന്ന് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ കുഞ്ഞും ജീവിക്കണ്ട, എന്തിനാ ജീവിച്ചിരിക്കണ്ടേ, വിനോദിന്റെ വിഷവത്ത എന്നൊരു ചിന്തയായിരുന്നു രാധികാമ്മയുടെ മനസ്സിൽ. പക്ഷെ ഗോവിന്ദ് എന്തേലും പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കുഞ്ഞിനെ ഒന്ന് നോക്കാനെങ്കിലും കൊടുക്കുന്നത്. പിന്നീട് ഗോവിന്ദ് മതിയൊരുവോളം കുഞ്ഞിനെ കാണുകയാണ്. പിന്നെ നഴ്സുമാർ അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് പോവാ. ആ കുഞ്ഞ് കയ്യിൽ നിന്ന് പോയതും ഗോവിന്ദന്റെ കൈകളിലേക്ക് തന്നെ കുറെ സമയം നോക്കിയിരുന്നു. പ്രിയനെ ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു തന്റെ മനസ്സിൽ. അന്ന് ഭയങ്കര പേടിയായിരുന്നു ആദ്യമായിട്ടൊരു കുഞ്ഞിനെ എടുക്കുന്നത്. പക്ഷെ ഇപ്പോഴാ പേടി മാറി. അന്ന് പ്രിയനെ എടുത്ത് കൊഞ്ചിച്ച ആ ഒരു അനുഭവ പരിചയം കയ്യിലുണ്ട്. അതുകൊണ്ട് മാത്രം കുഞ്ഞിനെ എടുക്കാനായിട്ട് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഗോവിന്ദന് ഉണ്ടായിരുന്നില്ല. ഗോവിന്ദ് ആ കാര്യങ്ങളൊക്കെ ഓർത്തോടെ അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും, പ്രിയമോളുടെ കാര്യത്തിലും എത്രയും പെട്ടെന്ന് തീരുമാനമായിരിക്കും, പ്രിയയ്ക്ക് പെട്ടെന്ന് കുറയായിരിക്കും. കുഞ്ഞ് നീ ഇനി വിഷമിക്കണ്ട കേട്ടോന്ന് ഗോവിന്ദനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം രാധികാമ്മ വരുണിനോട് പറഞ്ഞു, വാടാ വരണേന്നും പറഞ്ഞ രാധികാമ്മ വരുണിനെയും കൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവാ. എന്താമ്മേ, എന്താ കാര്യം ചോദിക്കാം. ആ കുഞ്ഞ് പിറക്കല്ലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുഞ്ഞിന് ഭൂമിയിലേക്ക് വരാനായിട്ട് ദൈവം ആയുസ് നീട്ടി കൊടുത്തിരിക്കുവെന്ന് പറയാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അമ്മേ, ആ അയ്യപ്പനുണ്ടല്ലോ, അയാൾ എന്തിനാ എല്ലാ കാര്യത്തിലും നമ്മുടെ കാര്യത്തിലെല്ലാം ഇടപെടുന്നേ? അയാളെ ഒഴിവാക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു കേട്ടോ. അയാൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ഓരോന്ന് പറയുന്നേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എടാ മോനെ, ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാന്ന് പറയാ. അമ്മ എന്തിനാ പേടിക്കണേ? അമ്മ എന്തിനാ അയാളെ പേടിക്കണേ? ഗോവിന്ദന്റെ പോലെ തന്നെ അമ്മ അയാളെയും പേടിക്കുന്നുണ്ടല്ലോ. അതിന് കാര്യം എന്താ? അല്ലെങ്കിൽ എന്താ ഗോവിന്ദന്റെ അമ്മ പേടിക്കുന്നത് എന്താ? എന്തോ ഒരു കള്ളത്തരം അമ്മയുടെ കയ്യിലുണ്ടെന്ന് പറയാ. അതെ, ഗോവിന്ദന്റെ അച്ഛന്റെ കാര്യം നിനക്കറിയാലോ. മാധവമേനന്റെ മരണത്തില് ആർക്കും ഒരു സംശയമില്ല. ഇപ്പൊ തന്നെയാണ് അയ്യപ്പേട്ടൻ ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഒരിക്കലും ചതിക്കില്ലെന്ന് വിശ്വസിച്ചോണ്ട് അയ്യപ്പേട്ടൻ ഇരിക്കുന്നത്. പക്ഷേങ്കില് ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് നടന്ന ആ സംഭവത്തില് എനിക്ക് പങ്കുണ്ട്. അല്ലെങ്കിൽ എന്റെ ചതിയുടെ ഫലമായിട്ടാണ് അദ്ദേഹം മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് അയ്യപ്പേട്ടൻ ക്ഷമിക്കാൻ പോകുന്നില്ല. അയ്യപ്പേട്ടൻ മാത്രമല്ല, ഗോവിന്ദൻ ക്ഷമിക്കില്ലെന്ന് പറയാ. പെട്ടെന്ന് വരുൺ ചോദിച്ചു, അമ്മ എന്തൊക്കെയാ പറയണെന്ന് നിൽക്കുക. അതെ, അതൊക്കെ വലിയൊരു ചരിത്രം, അതിനിപ്പോ മൂടി വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ അത് പറയാനുള്ള സമയ സന്ദർഭമൊന്നും ഇപ്പോഴല്ല. അതൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറക്കൽ കുടുംബത്തിൽ ഇത് പുറത്താ. പക്ഷെ അയ്യപ്പേട്ടനെ നമുക്കങ്ങനെ പിണക്കി നിർത്താൻ പറ്റില്ല. അയ്യപ്പേട്ടൻ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പല സംഭവങ്ങളും വെളിയിൽ വരും. ഒരു കാരണവശാലും ഗോവിന്ദൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അയാളെ ഒന്നും പറയാതെ ഇങ്ങനെ അയാളെ അടുപ്പിച്ച് നിർത്തിയിരിക്കുന്നു പറയാം. അല്ലമ്മേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സ്ത്രീ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അമ്മയുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞോണ്ട്. അല്ല, അമ്മയ്ക്ക് അവരെ കണ്ടപ്പോൾ എന്തോ അമ്മയുടെ മുഖത്തിന് പതർച്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ആരാ? അവരുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധം? അവരെന്തിനാ വീട്ടിലേക്ക് വന്നേന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ രാധികാമ്മ പറഞ്ഞു, ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധം പറയണമെങ്കിൽ കുറെ കഥകളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. ഇപ്പൊ അതൊന്നും പറയാനുള്ള സമയമല്ല. മാത്രമല്ല, അവൾ ഒരു കാരണവശാലും വീട്ടിൽ വന്നെന്നുള്ള കാര്യം ഗോവിന്ദ് അറിയാൻ പാടില്ല. അങ്ങനെ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ചരിത്രങ്ങളും കഥകളും അവൻ അറിയും. അങ്ങനെ അറിഞ്ഞാൽ പിന്നെ ഞാനും നീയും ഒക്കെ അറക്കൽ വീടിന് പുറത്താ. പിന്നെ നമുക്ക് സ്വത്ത് പോയിട്ട് നമുക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. മിക്കവാറും ജയിലിലായിരിക്കും എന്ന് പറയാം. അമ്മ എന്തൊക്കെയാ പറയണേ? അതൊക്കെ ഞാൻ പിന്നീട് പറയാൻ വരണേ. നീ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടെന്ന് പറയുക. ഈ സമയം അനാർക്കലി വീണ്ടും അറക്കൽ വീട്ടിലേക്ക് തിരികെ വരുവാണ്. അനാർക്കലിയെ കണ്ടു കഴിഞ്ഞപ്പോ രഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവര് പോയതാണല്ലോ, പിന്നെ എന്തിനാ ഇവര് വീണ്ടും തിരികെ വീട്ടിലേക്ക് വന്നൊരു എന്തിനാ വന്നതെന്ന് പോലും
ഒരു നിമിഷം ചിന്തിച്ചു പോവാണ് രഞ്ജു. കാര്യം എന്താന്ന് പോലും അറിയത്തില്ല. അനാർക്കലി വീട്ടിലേക്ക് തിരികെ വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്ന് തന്നെ രഞ്ജുവിന് മനസ്സിലായി. അനാർക്കലിയോട് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പണം എത്തിച്ചു കൊടുക്കാന്നാ രാധികാമ്മ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ പണം എത്തിച്ചു കൊടുക്കാൻ രാധികാമ്മയ്ക്ക് പറ്റിയിട്ടില്ല. അനാർക്കലി അതുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ രഞ്ജു ചെന്ന് നോക്കിക്കഴിയുമ്പോഴത്തേന് അനാർക്കലി മുറിയിലിരിക്കുന്നുണ്ട്. അവരെ കണ്ടതും പെട്ടെന്ന് തന്നെ രഞ്ജു പറഞ്ഞു, ദേ കാഞ്ചന താഴെയുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കാതെ നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോ അനാർക്കലി പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാനോ? എങ്ങോട്ട്? രാധിക വരട്ടെ. രാധിക വന്നില്ലെങ്കിൽ ഗോവിന്ദ് വരട്ടെ. ഗോവിന്ദനോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അതിനുശേഷം പോണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ മറ്റാരുമില്ല. ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കയറി താമസിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കാം. അതിലെന്താ കുഴപ്പമിരിക്കുന്നേ? രാധിക പറഞ്ഞിട്ടുണ്ട് എന്നോട് താമസിച്ചോളാൻ. അതുകൊണ്ട് രാധികയുടെ ഉറപ്പുമില്ല ഞാൻ ഇവിടെ കഴിയുമെന്ന് പറയാം. രഞ്ജുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തോ ഒരു പന്തികോട് തോന്നി. അമ്മയോട് വിളിച്ചു പറഞ്ഞാലോ ഈ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം? ഇനി ഇപ്പൊ പറയാതിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് വിജയലക്ഷ്മിയെ വിളിക്കുകയാണ്. വിജയലക്ഷ്മിനെ വിളിച്ചിട്ട് രഞ്ജു ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിപ്പം വിജയലക്ഷ്മി രഞ്ജുവിനോട് ചോദിച്ചു, അല്ല നീ അവളോട് സംസാരിച്ചോന്ന് ചോദിക്കും. ഇല്ലമ്മേ, അവളോട് സംസാരിക്കാനൊന്നും പോണ്ട, അവളുടെ അടുത്തേക്ക് പോലും പോണ്ടെന്ന് പറയാം. എന്താമ്മേ അങ്ങനെ പറഞ്ഞേ? ഞാൻ പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. പിന്നെ ഒരു കാരണവശാലും ഗോവിന്ദ് ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ലെന്ന് പറയാം. അതെന്താമ്മേ? ഈ ഗോവിന്ദൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല, അത്ര തന്നെയെന്ന് പറയാണ്. പിന്നീട് പ്രിയ ഹോസ്പിറ്റലായ കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മിക്ക് ഒരു ആശ്വാസം തോന്നിയത്. ഒരു പക്ഷേ ഹോസ്പിറ്റലായതുകൊണ്ട് ഇപ്പം കണ്ണനൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ അവൻ വീട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം വിജയലക്ഷ്മിക്കും വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിലുള്ള സത്യാവസ്ഥ എന്താന്ന് മാത്രം ആർക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ എന്തോ ഒരു സത്യാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു കാരണവശാലും വിജയലക്ഷ്മി മറച്ചു വെക്കേണ്ട കാര്യമില്ല. രഞ്ജുവിന്റെ കാര്യത്തിലും എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. ഒരു പക്ഷെ രഞ്ജു മകളല്ലായിരിക്കും വിജയലക്ഷ്മിയുടെ. മിക്കവാറും രഞ്ജു ആ സ്ത്രീയുടെ മകളായിരിക്കും. അപ്പൊ അനാർക്കിലിയുടെ മകളാവാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടായിരിക്കും വിജയലക്ഷ്മിയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഭയക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഭയക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ഗീതവും രേഹയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഗീതുവിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തന്റെ വിനോദിന്റെ കുഞ്ഞ്, പ്രിയമോളുടെ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട് ഗീതു ഓടി ചെല്ലുന്നുണ്ട്. അങ്ങനെ ഗീതു കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ ഗീതു എന്തെന്നില്ലാത്ത സന്തോഷം വരുന്നുണ്ട്. അങ്ങനെ പ്രിയയുടെ സർജറിയൊക്കെ നന്നായ രീതിയിൽ തന്നെ നടക്കുകയാണ്. ആദ്യം കുറച്ച് ക്രിട്ടിക്കലായിരുന്നെങ്കിലും പിന്നീട് ആ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ മാറുകയാണ്. സർജറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഗോവിന്ദും ഗീതും രേഖയൊക്കെ പ്രിയനെ കാണാനായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയയുടെ ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റി. കാരണം സാധാരണഗതിയിൽ ശ്വസിക്കാനായി. പക്ഷെ ഒരു പ്രശ്നം, പ്രിയ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കുന്നുള്ളൂ. അല്ലാതെ പ്രിയയില് യാതൊരു ചലനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കോമ സ്റ്റേജിൽ എന്ന പോലെ പ്രിയ ഇങ്ങനെ ഒരു ജീവച്ഛവമായിട്ട് കിടക്കുന്നു മാത്രം. ഈ കാഴ്ച കണ്ടതും ഗോവിന്ദൻ ഒട്ടും സഹിച്ചില്ല. ഗോവിന്ദ് പോയി പ്രിയനെ ഇങ്ങനെ വിളിക്കുവാണ്. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഇത് കേട്ടില്ലേ? ഇത് പ്രിയമോളെ, നിന്നെ ഗോവിന്ദനെ വിളിക്കുന്ന കേട്ടില്ലേ? നീ ഒന്ന് വിളിയേക്ക് എന്ന് പറയാ. പക്ഷെ പ്രിയ വിളികേട്ടില്ല. പ്രിയ ഇങ്ങനെ കണ്ണു തുറന്ന് കിടന്നല്ലാതെ കണ്ണിന് ഒരു അനക്കം ഉണ്ടെന്നല്ലാതെ വേറൊരു ചലനങ്ങളും പ്രിയയിലുണ്ടായിരുന്നില്ല. ഗോവിന്ദന് മനസ്സിലായി, ഒരു പക്ഷെ തന്റെ പ്രിയമോൾ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം, എങ്കിൽ മാത്രമേ തന്റെ പ്രിയമോളെ തനിക്ക് തിരികെ കിട്ടുള്ളൂ. ഒരുപക്ഷെ അവള് കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാൻ പറ്റില്ല. പ്രിയനെ നോക്കിയ ഡോക്ടർ എലിസബത്ത് കാതരം പറഞ്ഞു, പേടിക്കണ്ട, ഒരു പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വന്നേക്കാം. അതിപ്പോൾ പെട്ടെന്നൊന്നും വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കാലങ്ങളോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അവർക്ക് വേണ്ട ശുശ്രൂഷ നന്നായിട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. അതൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കുമെന്ന് പറയാം. പിന്നീട് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് അവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഗീതനാണെങ്കിലും ഗോവിന്ദനാണ് എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ട്. കുഞ്ഞിന് ഇപ്പൊ തന്നെ ലങ്സിന് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് NICU വെച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞിനെ കാണാനായിട്ട് ഗീത അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഗോവിന്ദാണെങ്കിൽ ആ പാടെ ടെൻഷനാണ്. എത്രയും പെട്ടെന്ന് പ്രിയയ്ക്കൊന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. പ്രിയയ്ക്ക് കുറയുവാണെങ്കിൽ ഒരു ആശ്വാസം കിട്ടിയാനും. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. ഇനി പ്രിയയ്ക്ക് വേറെന്തെങ്കിലും സംഭവിക്കുമോ? പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇനി ഗോവിന്ദൻ ഗീതവും കൂടെ ആയിരിക്കും ആ കുഞ്ഞിനെ നോക്കാനായിട്ട് പോകുന്നത്. പ്രിയയ്ക്ക് വയ്യല്ലോ, സ്വന്തം കുഞ്ഞിനെ എന്ന വേണം നെഞ്ചോട് ചേർത്ത് ഗീതു അതിനെ താലോലിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാ. രാധികാമിനി എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും ഒരു കാരണവശാലും ഗീതുവിനെ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആക്കാനായിട്ട് പറ്റില്ല. കാരണം രാധികാമേനെക്കാളും കൂടുതലായിട്ട് ഗീതു അറക്കൽ വീട്ടിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. അറക്കൽ വീട്ടിൽ മാത്രമല്ല, ഗോവിന്ദന്റെ മനസ്സിലും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കാണ് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.